നമസ്കാരം. പ്രീമിയർ ലീഗും കഴിഞ്ഞ് ലാലിഗയും കഴിഞ്ഞ് സിരിയായെ വലിയ പിടിയില്ലാത്തതുകൊണ്ട് ആഷിക്ക് മുങ്ങി. അതുകൊണ്ട് സിരിയ എക്സ്പെർട്ട് നിയാസിന്റെ കൂടെ ഞാൻ പെട്ടിരിക്കുകയാണ്. സോ വിശദീകരിച്ച് ലാലിഗയും പ്രീമിയർ ലീഗും പോയതുപോലെ അത്ര കാട് കയറി പോണില്ല. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽ റേസ് നടന്നത് സിരിയയിലാണ്. അതും ലാസ്റ്റ് മാച്ച് വരെ ഫോട്ടോ ഫിനിഷ്. കാരണം ഒന്നില്ലെങ്കിൽ ഇന്റർ ഡ്രോ ആയ നെപ്പോളിക്ക് അടിക്കുക, നെപ്പോളി ഡ്രോ ആയി തോറ്റ ഇന്റർ ജയിച്ചതിന് ഇന്ററിന് അടിക്കുക. പല പല സിറ്റുവേഷൻസ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കണായിരുന്നു. എന്താണ് ചാമ്പ്യൻസ് മാത്രമല്ല, UCL ക്വാളിഫിക്കേഷൻ, യൂറോപ്പ ക്വാളിഫിക്കേഷൻ, കോൺഫറൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ റെലഗേഷൻ, ഇതെല്ലാം ഒറ്റ ഡേ ലാസ്റ്റ് ഡേ വെച്ചായിരുന്നു. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിരിയയെ എപ്പോഴും വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ടൈറ്റിൽ റേസ് ആണെങ്കിലും നീ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, യൂറോപ്പ ലീഗ് ആയിക്കോട്ടെ, എപ്പോഴും ഫോട്ടോ ഫിനിഷ് ആയിരിക്കും. PR ഇല്ലാത്തതുകൊണ്ട് ലാലിഗയും പ്രീമിയർ ലീഗും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കോമ്പറ്റേറ്റീവ് ടീമുള്ളത് സിരിയയിലാണ്. കാരണം ഇന്റർ ആയിക്കോട്ടെ, AC മിലാൻ ആയിക്കോട്ടെ, നെപ്പോളി ആയിക്കോട്ടെ, അറ്റ്ലാന്റ ആയിക്കോട്ടെ, യുവന്റസ് ആയിക്കോട്ടെ, നിന്റെ റോമോ, ലാസിയോ, ഇതെല്ലാം ആയിക്കോട്ടെ. ഏത് ടീം അടുത്ത സീസൺ അടിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ലാലിഗ എടുത്ത 2 ടീമുണ്ട്, 3 ടീമുണ്ടെന്നാണ് ഈ പറയാം. മുമ്പൊക്കെ എല്ലാവരും പറയാന്ന് വെച്ചാൽ യുവന്റസ്, അതിന് മുമ്പാണെങ്കിൽ കുറച്ചാൾ ഇന്റർ, AC മിലാൻ, അതൊക്കെ കഴിഞ്ഞ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം മാറി. കാരണം അറ്റ്ലാന്റയൊക്കെ ഒറ്റടിക്കാ കയറി വന്നത്, ഇറങ്ങിയതും ഇല്ല. അതേപോലെ റോമയാണെങ്കിലും കയറും ഇറങ്ങും, ലാറ്റ്സിയോ ആണെങ്കിലും കയറും ഇറങ്ങും, അങ്ങനെ നിൽക്കണം. ഇടയിൽ മറ്റേ സസ്വോളൊക്കെ കയറി വന്ന്. ഇപ്പൊ ഫാബ്രിക്കാസിനെ മറ്റേ ടീം കോമോ, അത് ലാസ്റ്റ് സീസൺ സീരിയ ബിന്ന് പ്രൊമോട്ട് ആയി വന്നിട്ട് സീരിയയിൽ വന്നിട്ട് 10th പിടിച്ചു. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവർക്ക് നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. അത് പിള്ളേര് വെച്ച് ഫസ്റ്റ് സീസൺ തന്നെ ഇപ്പോൾ നോട്ടിംഗ്ഹാം ഒക്കെ വന്നിട്ട് അത്രയും സൈൻ ചെയ്തിട്ട് പോലും റെലിഗേഷൻ സോണിൽ നിന്ന് തന്നെ ജസ്റ്റ് രക്ഷപ്പെട്ട ഫസ്റ്റ് സീസണിൽ വന്ന് ഇതിപ്പോൾ സെക്കൻഡ് സീസണിലോട്ട് ഫാബ്രിക്കാസ് പോകുമ്പോൾ പിന്നെ ഒരു വേറെ ടീം ഫ്ലോറന്റീന. ഫ്ലോറന്റീന പറയാൻ മറന്ന്. എല്ലാവരും കലക്കം കളിയായിരുന്നു ഈ സീസൺ. അതെന്ന് പറഞ്ഞാൽ ആ പ്ലേയേഴ്സ് ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനെ കളി കളിച്ചിട്ടുണ്ടാവൂല, ആ ടീമിന് വേണ്ടി കളിച്ച്. പിന്നെ പറയാനുള്ള ആന്റോണിയെ കൊണ്ടിട കേസ് തന്നെയാണ്. കോണ്ടെ എന്താ കോച്ചായിട്ട് വരും, ഒരു സീസൺ കപ്പടിക്കും, അടുത്ത സീസൺ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോകും. പുള്ളിക്കാരൻ്റെ ഡിമാൻഡുകളാണ് എവിടെ പോയാലും. ഇപ്പോൾ നെപ്പോളിയിൽ വെച്ച ഡിമാൻഡ് 200 മില്യൺ ട്രാൻസ്ഫർ ബഡ്ജറ്റ് വേണം, 3 മെയിൻ പ്ലേയേഴ്സ് വേണം, പുതിയ ട്രെയിനിങ് ഫെസിലിറ്റി വേണം, ഇന്ന ടൈം ഷെഡ്യൂൾ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു അതൊക്കെ റിജക്ട് ചെയ്താന്ന് തോന്നണേ. എല്ലാം റിജക്ട് പോകുന്നതാണ് ഒരു അല്ല, ഇന്റർവ്യൂ ഇടാനുള്ള കാരണം അത് തന്നെയായിരുന്നില്ല. എനിക്ക് ഇത്ര പ്ലേയേഴ്സ് വേണം, ഇത്ര ബഡ്ജറ്റ് വേണം, ഇത്ര സാലറി വേണം. അതവർ ആക്സെപ്റ്റ് ചെയ്തില്ല. കോണ്ടെ പോയി. കാരണം കോണ്ടേനെ കൊത്തിക്കൊണ്ട് 100 ക്ലബ്ബുകൾ നിൽക്കുന്നുണ്ട്. കോണ്ടെ ടോട്ടൻഹാമിൽ ഒഴിച്ച്, അതിപ്പോൾ ഏത് കോച്ചാണെങ്കിലും ഇപ്പോൾ മറ്റേ ആഗ്നെ ജയിച്ചെന്നും പറഞ്ഞ് ബാക്കിയുള്ള ഏത് സക്സസ്ഫുൾ കോച്ച് ടോട്ടൻഹാമിൽ പോയാലും തോറ്റിട്ടേ ഉള്ളൂ. അതിന് കോണ്ടേനെയും കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല. ഇപ്പം നെപ്പോളി പിന്നെയും ജയിച്ച്. നെപ്പോളി സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര കൊല്ലത്തിനിടയ്ക്ക് 2 ട്രോഫി അടുപ്പിച്ചെന്ന്. ലാസ്റ്റ് 3 സീസണിൽ 2. കാരണം ഈ സീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്കെയിൽ ചെയ്യണമെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒസിമെ ആദ്യമേ പോയി, പകരം വന്ന് ലുക്കാക്കു. കോണ്ടയുടെ കിഴി കളിക്കുമ്പോൾ ലുക്കാക്കു വേറെ രീതിയിലാണ് കളിക്കണം. അതാണ് മനസ്സിലാവാത്തത്. പിന്നെ സ്കോട്ട് മക്ടോമിനെ യുണൈറ്റഡിൽ ബെഞ്ചിലിടുന്ന ഒരു പ്ലെയർ വന്നിട്ട് അത് CDM പ്ലെയർ. പക്ഷെ ഇവിടെ വന്നപ്പോ അടിമുടി ഒരു പ്ലെയറിനെ മാറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് മക്ടോമിയുടെ കളി കാണുമ്പോൾ ഏകദേശം വാൽവർദയുടെ കളി പോലെ കാണുന്നത്. അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഫുൾ വെറുതെ. എടാ സിരിയ എന്താണ് ടാലൻസ് ഇല്ലാത്തൊരു ലീഗാണ്. അത്രയും ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടായിട്ടും ഒറ്റയടിക്ക് വന്നിട്ട് പ്ലെയർ ഓഫ് ദ സീസൺ ഒരു മിഡ്ഫീൽഡർ മേടിക്കാന്ന് വിചാരിച്ചാൽ നിസാര കാര്യമാണ്. അവിടെ നിന്ന് വേറെ ക്വാളിറ്റി പ്ലെയേഴ്സ് ഇല്ലേ? പിന്നെ ഇഷ്ടംമാതിരി ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. ഇറ്റാലിയൻ പ്ലേയേഴ്സിന് ഒരു ലോഡ് ഉണ്ട് മിഡ്ഫീൽഡിൽ. അതെ, ലാസ്റ്റ് അപ്പോൾ ഒരു ഇറ്റാലിയൻ പ്ലെയർ സീരിയ ഓഫ് ദ പ്ലെയർ മേടിച്ചത് ആ സീസൺ. അല്ല, ലാസ്റ്റ് എപ്പോഴായിരുന്നു ഒരു പ്ലെയർ അങ്ങനെ മേടിച്ചത്? അല്ല, നീ ഇപ്പം ഇഷ്ടംപോലെ ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അല്ല ചോദിച്ചെന്നല്ലോ. നീ ഇപ്പൊ പെല്ലഗ്രീൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു റോമയില്. ഓക്കെ, 2 വർഷം മുമ്പ്. 2 വർഷം മുമ്പ് മറ്റേ കോൺഫറൻസ് ആ ടൈം മൊറീനോയുടെ കീഴില്. ചോദിച്ചല്ലോ. പുള്ളി വലിയ ഇറ്റാലിയൻ ഫാനാ. നിയാസേ, ഇപ്പോൾ ഇറ്റാലിയൻ പ്ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് അത് വിടാം. നമുക്ക് ഈ സീസണിലോട്ട് വരാം. സിരിയയെ ബെസ്റ്റ് ടീം ഓഫ് ദ സീസൺ ഫസ്റ്റ് ഞാൻ പറയും. കാരണം അല്ലെങ്കിൽ നീ ഇന്ത്യ എന്ന് പറഞ്ഞു. ഓക്കെ, ഗോൾ കീപ്പർ എടുത്തു കഴിഞ്ഞാൽ ഡേവിഡ് ഡെഹിയ, CB ബാസ്റ്റോണി റഹ്മാനി, RB ലൊറൻസോ, LB ഡിമാർക്കോ, CM റൈന്യോസ്, എഡേഴ്സൺ, സ്കോട്ട് മക്ടോമിനെ. ഫോർവേഡ് എടുത്തു കഴിഞ്ഞാൽ ലുക്മാൻ,
മൊയ്സ്കിൻ, പിന്നെ ആരായിരുന്നു ഞങ്ങൾക്ക് വെയിറ്റ് അൽറ്റൽ, ലുക്മാൻ, തെറ്റിപ്പോയില്ല, ലുക്മാൻ, മൊയ്സ്കിൻ, തുറാമോ, മാർക്കസ് തുറാം. യെസ്, മാർക്കസ് തുറാം. ദാറ്റ്സ് മൈ ഫോർവേഡ് ലൈൻ. എൻ്റെ വരുമ്പോൾ ടോട്ടലി ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ഞാൻ എൻ്റെ ഇതിലെടുക്കുകയാണെങ്കിൽ ഞാൻ ഗോൾ കീപ്പർ സ്വിലാർ എടുക്കുള്ളൂ. അതുപോലെ തന്നെ ഡിഫൻഡേഴ്സ്, ഇറ്റാലിയൻ ഡിഫൻസ് എന്ന് പറയുന്നത് എപ്പോഴും 3CB വരാറ്. അപ്പോൾ 3CB പറയുമ്പോൾ ബസ്റ്റോണി, ഇവാൻ എൻഡിക്ക, അതുപോലെ തന്നെ റഹ്മാനി, അതുപോലെ തന്നെ മിഡ് മക്ടോമിനെ, റെയിൻഡേഴ്സ്, എഡേഴ്സൺ, ഓർസോളണി. ഫോർവേഡ് 3 പേരെടുക്കുന്നത് മാർക്കസ് തുറാം, മൊയ്സിക്കി, അതുപോലെ തന്നെ റെക്റ്റിഗി, ഇറ്റലിയുടെ. ഓക്കെ, റെക്റ്റിഗിയാണ് ടോപ്പ് സ്കോറർ, 25 ഗോൾസ്. എന്തായാലും ആവട്ടെ. ഇപ്പോൾ സിരിയ നമ്മൾ ഏകദേശം പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഒരു ലീഗും കൂടി ഉണ്ട്. പക്ഷെ ടീം ഓഫ് ദ സീസൺ പറയാൻ മാത്രം ഞാൻ ആ ലീഗിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. മീ ടു. സോ ബുണ്ടസ് ലീഗ പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഹാരി കെയ്ൻ ഹാസ് ഫൈനലി വൺ എ ട്രോഫി. അവസാനമായിട്ട് ഹാരി കെയ്ൻ ഒരു ട്രോഫി പൊക്കിയിരിക്കുന്നു. ഹാരി കെയ്ൻ്റെ കേസ് പറയുമ്പോൾ എനിക്ക് പറയേണ്ട കേസ് എന്ന് പറഞ്ഞാൽ മൈക്കിൾ ഒലീസ്. PR വർക്ക് കിട്ടാത്തതുകൊണ്ട് കാരണം കൊണ്ട് മാത്രം തഴഞ്ഞപ്പെട്ട ഒരു പ്ലെയറാണ്. കാരണം ഇവിടെ ബാക്കിയുള്ള കുറേ 17 വയസ്സും 16 വയസ്സുള്ള പിള്ളേര് മോസ്റ്റ് ഗോൾസ്, മോസ്റ്റ് അസിസ്റ്റ്, ഡ്രിബിൾസ് എന്നും പറഞ്ഞ ഇവിടെ കുറേ പേര് പൊക്കി അടിച്ച് തലയുടെ മുകളിൽ വെച്ച് അടുത്ത സുൽത്താനാണ്, ബാലൻഡി വിന്നറാണെന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും ഈ പറഞ്ഞ അതേ പ്ലെയർ മൈക്കിൾ ഒലീസ് എന്ന് പറഞ്ഞ പ്ലെയർ അതേപോലെ തന്നെ ഗോൾ അടിക്കുന്നുണ്ട്, അസിസ്റ്റ് ഇടുന്നുണ്ട്, ക്രൂഷ്യൽ പാസ് തരുന്നുണ്ട്, ഡ്രിബിൾസ് ഉണ്ട്, സക്സസ്ഫുൾ ടേക്ക് ഓൺസ് ഉണ്ട്, സ്കിൽസ് ആയിക്കോട്ടെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ ലീഗ് കളിക്കണേ, ഇത് ബുണ്ടസ് ലീഗ് കളിക്കണേ. അതുകൊണ്ട് ഇമ്പാക്റ്റിൻ്റെ ആ ഒരു വ്യത്യാസവും കുറവും അത്രേ ഉള്ളൂ. പിന്നെ ഈ സീസണിൽ ഓബിയസ്ലി അൺഡൗട്ടഡ്ലി മോസ്റ്റ് ഡെഡ്ലി ഡ്യൂവോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരി കെയ്നും ഒലീസയാണ്. അല്ലാണ്ട് എനിക്ക് വേറെ ബാക്കി ടീമിൽ ഒരു ബ്രസീലിയൻ സ്പാനിഷ് ആണെന്നൊന്നും എനിക്ക് തോന്നണമൊന്നുമില്ല. മച്ച് ബെറ്റർ ഇത് ഇവർ തന്നെയാണ്. ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇവർ തമ്മിലുള്ള കളി. കാരണം സ്ട്രൈക്കറും റൈറ്റ് വിങ്ങറും സണ്ണും കീനും നിന്നിട്ട് സണ്ണിന് പകരം ഒലീസ അത്രേ ഉള്ളൂ. സണ്ണും കപ്പിടിച്ച് അതും കൂടി പറയാം. സോ പക്ഷേ അടുത്ത സീസൺ പിന്നെ എന്താ സാബിലൻസോ ലെവർകൂസൻ വിടണേണ്. ലെവർകൂസൻ അവർ നിലയിൽ എത്തിച്ചതിന് ശേഷം ഫിർമോ മോണേണ്, വേർഡ്സ് ടു ലിവർപൂൾ, അതുപോലെ തന്നെ ഗ്രിമാൽഡോ പോകും. മിക്ക പ്ലേയേഴ്സും ഇനിയിപ്പോൾ പോകാൻ ചാൻസ്. പിന്നെ അതേപോലെ തന്നെ ഡോട്ട്മുണ്ട് പിന്നെ ട്രാക്കിലോട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അടുത്ത സീസൺ എടുത്ത് തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ ഡോട്ട്മുണ്ടൊക്കെ ഇപ്പോൾ ഫോമിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലെവർകൂസന്റെ ക്യാപ്റ്റൻ ജോൺസൺ താ ഓൾറെഡി ബയൺ മ്യൂണിക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞ്. പക്ഷെ എന്നാൽ പോലെ വിൻസെന്റ് കമ്പനിയുടെ കോച്ചിൽ എനിക്ക് വലിയ വിശ്വാസം ട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് നോക്കാം. ബയൺ മ്യൂണിക്ക് ആ പണ്ടത്തെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അല്ലാണ്ട് വിൻസെന്റ് കമ്പനി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ലീഗൊക്കെ എപ്പോഴും അടിക്കുന്നതാണ് ബയൺ മ്യൂണിക്ക്. സോ വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വാരം വരേക്കും വണക്കം.